ഫാമിലി മാൻ ഒരു ക്യാരക്ടർ നോക്കുകയാണ് ഫസ്റ്റ് വരുന്ന മുഖം സഹിച്ചേട്ടൊക്കെ ഒരു ഫാമിലി കുടുംബത്തിൽ വരുന്ന ഫസ്റ്റ് വരുന്ന മുഖം സഹിച്ചേട്ടൻ അങ്ങനെയുള്ള സഹിച്ചേട്ടൻ തന്നെ പറയുകയാണ് അവസരങ്ങൾ അങ്ങോട്ട് ചോദിക്കണം എന്നൊക്കെ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും സ്ട്രഗ്ലിങ് നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടോ? ഡെഫിനറ്റ്ലി. അത് ഏറ്റവും കൂടുതൽ വാല്യൂ ഉള്ള ഒരു സ്റ്റാർ വരെയും ആക്ച്വലി എനിക്ക് തോന്നുന്നത് സ്ട്രഗിൾ ചെയ്യുവാണ്. ചില അടുത്ത സിനിമ ഏതാ ചെയ്യേണ്ടത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിന്തകളായിരിക്കും അവർക്ക്. ഇപ്പൊ എന്നെയൊക്കെ സംബന്ധിച്ച് അടുത്ത സിനിമ ഇപ്പം ഫാമിലി മാൻ ആയാലും അല്ലെങ്കിലും അടുത്ത സിനിമ കിട്ടുക എന്നുള്ളതാണ്. ആ സിനിമ കിട്ടിയില്ലെങ്കിൽ ഇപ്പോൾ എൻ്റെയൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മൾ ഈ ബോൺ ആക്ടേഴ്സ് അല്ല, നമ്മൾ പഠിച്ച് സിനിമയിൽ നിന്നുള്ള എക്സ്പീരിയൻസ് പഠിച്ചതാണ്. ഒരു 2-3 മാസം അല്ലെങ്കിൽ ഒരു 6 മാസമൊക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു സിനിമ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വളരെ ബാലിശമായിട്ട് തോന്നും, പക്ഷേ അഭിനയം മറന്നുപോയോ ഇനി നമുക്ക് ചെയ്യാൻ പറ്റുമോ. പക്ഷേ ഇത് എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറയുമ്പോൾ ഇതൊരു സൈക്കിൾ ഓടിക്കുന്ന പോലെ അല്ലെങ്കിൽ സ്വിമ്മിങ് നമ്മൾ ചെയ്യുന്നല്ലോ. അതായത് ഇപ്പോൾ ഒരു വർഷം നമ്മൾ ചെയ്തില്ലെന്ന് വെച്ചാൽ നമ്മൾ മറന്നൊന്നും പോവില്ല. പക്ഷെ എന്നാലും ഒരു ആദ്യമാണ് ഇത് ചെയ്യാൻ പറ്റുമല്ലോ എന്ന്. അപ്പം അതുകൊണ്ട് നിരന്തരം സിനിമകളിൽ സജീവമായിരിക്കണമെങ്കിൽ നമ്മളങ്ങോട്ട് നമുക്ക് ജോലി വേണമെന്ന് പറയുക എന്നുള്ളതാണ്. അല്ലാണ്ട് നമ്മൾ ഇങ്ങോട്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഞാൻ എല്ലാ ദിവസവും മിനിമം ഒരു കഥയെങ്കിലും കേൾക്കുന്ന ഒരാളാണ്. എല്ലാവരുടെയും കഥയായിട്ട് ഞാൻ അങ്ങനെ ഇപ്പം ആരുടെയാണ് ഓക്കെ പരിചയത്തിന്റെ ത്രൂ വന്നു അല്ലെങ്കിൽ ഇപ്പം ഗോവിന്ദനെ എനിക്ക് പരിചയം, ഗോവിന്ദന്റെ ഒരു ഫ്രണ്ട് എന്നോടൊരു കഥ പറയണം, എനിക്ക് വിഷയമില്ല. എനിക്ക് വാട്സാപ്പിൽ റാൻഡംലി ചിലവർ മെസ്സേജ് അയക്കും കഥ പറയണമെന്ന്. ഞാൻ അവർക്കും സമയം കൊടുക്കാറുണ്ട്, ഞാൻ അവരുടെയും കഥ കേൾക്കാറുണ്ട്. അതിന്റെ കാരണം എവിടെയാണ് ബിരിയാണി കിട്ടാൻ പോകണമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അങ്ങനത്തെ ഒരു മെഗാ ബിരിയാണി ഇതുമായിട്ട് കിട്ടിയിട്ടില്ല. പക്ഷെ ഒരു ബിരിയാണി എപ്പോഴെങ്കിലും കിട്ടും എന്നുള്ളൊരു ഒരു പ്രതീക്ഷയിലാണ് ഇപ്പം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ലെറ്റ്സ് സീ. ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആയ എനിക്ക് അടുത്ത സിനിമ കിട്ടും, ഉറപ്പായിട്ടും നമ്മൾ ഒരുമിച്ച് ചെയ്യാം. പക്ഷെ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അടുത്ത സിനിമയിൽ ചാൻസ് വേണമെങ്കിൽ ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആക്കി തരണം. സോ ഉറപ്പായിട്ടും ഈ സിനിമ കണ്ടു കഴിയുമ്പോ അത് തോന്നും. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം സുരേഷേട്ടന്റെ പ്രസ്ഥാനത്തിന് ആനിറ്റേറ്റ ഒരു സ്പീച്ച് ഇറക്കിയാണ്. അതിൽ വാപ്പാടെ കുറച്ച് താരങ്ങൾ മാത്രമേ ഷെയർ ചെയ്യും, അതിലൊരാൾ താങ്കളാണ്. ശരിക്കും ഒരു ആക്ടർ എന്നല്ല ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ സുരേഷേട്ടൻ പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ എതിർപ്പാണോ സുരേഷേട്ടൻ പറയുന്നത്? ഇല്ല, അതുകൊണ്ടാണല്ലോ ഷെയർ ചെയ്തത്. അതായത് ഞാൻ മീഡിയ റെസ്പോൺസ് ആ കേസ് അവിടെ പ്രപ്പോസിറ്റ് 5 പേർക്ക് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഈ ദിവസങ്ങൾ വന്നോളൂ. റിപ്പീറ്റഡ് ആയിട്ട് ഭയങ്കര ബോറിംഗ്. കാര്യം അതങ്ങനത്തെ ഒരു ചുമ്മാ ഒരു വിഷയമല്ല, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ബിഗ് ഇൻഡസ്ട്രി, ഇത്രയും വലിയൊരു ടാക്സ് പേയിങ് ഇൻഡസ്ട്രി കുറിച്ചുള്ള ഒരു ഇതൊക്കെയാണ്. അപ്പം എൻ്റെ പേഴ്സണൽ അഭിപ്രായം, ഞാൻ കഴിഞ്ഞ 3-4 ദിവസം മുമ്പ് ആ കേസ് അവിടെ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് പ്രസ് മീറ്റ് ദാവീദിൻ്റെ അല്ലേ, ഞാൻ ആദ്യം ചോദിച്ചതിന് ഉത്തരം പറഞ്ഞു. ഭയങ്കര അടിപൊളിയായിരുന്നു. ആൻഡ് നമ്മൾ സിനിമ എടുക്കാൻ ആണ് 2015 എടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിട്ടാണ് കൊച്ചിയിൽ വന്നത്. അപ്പോൾ ഈ ഒരു 10 years ട്രാവലിൽ ഏറ്റവും സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർവൈവ്ഡ് ഇൻ കൊച്ചി. ഇപ്പോൾ ചെറിയ അഡ്വർടൈസ്മെന്റ്സ് ആയാലും VFX വർക്കുകളായാലും നമ്മൾ സിനിമയിൽ സർവൈവ് ചെയ്തു എന്നുള്ളതാണ്. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടായാലും സർവൈവ് ചെയ്തു എന്നുള്ളതാണ് ഭയങ്കര സന്തോഷം. പിന്നെ നമ്മൾ ഒരു കഥ എഴുതി, ഒരുപാട് കഥകൾ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. ദാവീദാണ് ആദ്യമായിട്ട് കഥ പറയാൻ അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അപ്പൊ അച്ഛനും മറ്റൊരു കഥയായിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പോകുന്നത്. അച്ഛൻ വേറൊരു കഥ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു പുതുമുഖ സംവിധായകന് നിങ്ങൾ ഒരിക്കലും തരില്ല ആ കഥ, ഞാൻ പറഞ്ഞ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. പക്ഷെ അച്ഛനും ഷിബു ബേജും സാറും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മൾ ഈ സിനിമ ചെയ്യാണ്. ബിക്കോസ് സിനിമ ഒരു വലിയ സിനിമയായിരുന്നു. ഇപ്പം മോയെ പോലെ ഒരു ആക്ടറിനെ വേണം, പുറത്തുനിന്ന് ആക്ടർ വരണം. അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ലെവലിൽ ഭയങ്കര വലിയൊരു പടമായിരുന്നു. കാരണം വൈഫിന്റെ ആന്റി, ഷീ വാസ് ഇൻ IIT,
അപ്പൊ പുള്ളിക്കാരി ഈ പടം കണ്ട് ഞാൻ ആ പടത്തിൽ വർക്ക് ചെയ്തിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞാൽ എന്തിനാ കുറ്റം പറയുന്നത് വെച്ചാൽ ഞാൻ ഓക്കെ എന്ന് പറയും. അതുകൊണ്ട് ഞാൻ ഏറ്റവും ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള 2-3 പേരാണ്. ഒന്ന് വിഷ്ണു ഗോവിന്ദ് സൗണ്ട് ഡിസൈനർ, പിന്നെ ഒന്ന് വിഷ്ണു ഗോവിന്ദൻ ആക്ടർ. സോ അവർക്കൊക്കെ കിട്ടുന്ന അപ്രിസിയേഷൻ ഞാൻ മേടിച്ചുകൊണ്ടിരുന്നതാണ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർ ഇനിയും നല്ല സിനിമകൾ ചെയ്യട്ടെ. ക്രെഡിറ്റ്സ് എന്റെ ഫാമിലി മെമ്പേഴ്സ് എനിക്ക് തരട്ടെ. പക്ഷെ തിരിച്ച് ഈ പടം അനൗൺസ് ചെയ്തപ്പോ എല്ലാം വിഷ്ണു ഗോവിന്ദനും പോയി. ടീച്ചർ കണ്ടിട്ട് സൗണ്ട് ഡിസൈൻ നന്നായിരുന്നു, വിഷ്ണുവിന്റെ വർക്കല്ലായിരുന്നു. ശരിക്കും സൗണ്ട് ഡിസൈൻ ചെയ്തത് രംഗേട്ടനാണ്.